മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നന്ദിലം ജി മാർട്ടിലാട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്കൊരു അടിപൊളി ഫ്രിഡ്ജ് വാങ്ങിക്കണം. വന്നപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൻ്റെ സെറ്റിലേക്ക് ഞങ്ങൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുക. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ നോക്കാം. കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഷോക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏത് കളർ ഫ്രിഡ്ജാ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ബ്ലൂ ആണ്. അപ്പോൾ പക്ഷേ ബ്ലൂ വാങ്ങിക്കാൻ എന്നിട്ട് സമ്മതിക്കുമോ എന്നറിയില്ല. അവളുടെ ഫേവറേറ്റ് പിങ്ക് ആട്ടോ. അതുകൊണ്ട് ഞാൻ ഉടക്കാനൊന്നും നിന്നില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ മിണ്ടാതെ നിന്നു. നോക്കിയപ്പോഴോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജ്, അങ്ങനത്തെ ഒരുപാട് ഫ്രിഡ്ജിൻ്റെ കളക്ഷൻസും ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഒരു ബ്ലൂ കളർ ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾക്ക്. എന്ത് രസമാണെന്നറിയോ, ഈ ഫ്രീസേഴ്സൊക്കെ കൊള്ളാം. പഴയ കാലത്തെ ഫ്രിഡ്ജ് പോലത്തെ ഒന്നുമല്ല, കാരണം പുതിയ ജനറേഷനാണല്ലോ, അപ്പോൾ പുതിയതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഫാനൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഫ്രിഡ്ജ് നോക്കാൻ വന്ന് ഞാൻ ഫാനും എ സിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രിഡ്ജൊക്കെ കൊള്ളാട്ടോ. ഇത് പിങ്ക് ഷെയ്ഡ് നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബട്ട് ഞാൻ സമ്മതിക്കില്ല. ഫ്രിഡ്ജ് വാങ്ങിക്കാനാണെങ്കിൽ എന്ത് വാങ്ങിക്കാനാണെങ്കിലും എൻ്റെ കളർ വന്ന് ഞാൻ എ സിയിലേക്കൊക്കെ പോയി തുടങ്ങിട്ടോ. എ സി ഒക്കെ നല്ല വലുത് ചേർത്തതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല ഫ്രിഡ്ജിൻ്റെ കളക്ഷൻസ് കണ്ണാടി പോലെ ഉണ്ട് ഫ്രിഡ്ജൊക്കെ കാണാനായിട്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നന്ദിലം ജി മാർട്ടിൽ ഇപ്പോൾ സെയിൽ നടക്കാട്ടോ. എന്നെ അടിപൊളിയാണ്. കയറി വന്നപ്പോൾ തന്നെ സെയിലിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് കേട്ടോ. അമ്മ ഹയൊക്കെ അടിക്കുന്നുണ്ട്. പറഞ്ഞ ഫ്രിഡ്ജ് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതല്ല, ഗ്രേ കളറൊക്കെ ഇഷ്ടപ്പെട്ടത്. ഈ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ബ്ലൂ കളർ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പം ഞാനിത് നീ എന്ത് ചെയ്യും, ഇത് തന്നെ വാങ്ങിച്ചാലോ എന്നാലോചിച്ച് ഫ്രിഡ്ജൊക്കെ തുറന്നൊക്കെ കാണിക്കുന്ന വലിയ കാര്യമൊന്നും ഇല്ല. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല വാങ്ങിക്കുള്ളൂ. അപ്പം എന്ത് ചെയ്ത് ഈ ഫ്രിഡ്ജ് എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഓക്കെ ആക്കിട്ടോ. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന്. അതെനിക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് പോയി. അപ്പം ഓരോരോ ആൾക്കാർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ എന്തറിയാം അല്ലേ. അപ്പം പിന്നെ എന്താണ്, ഇനി വാഷിംഗ് മെഷീനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫ്രിഡ്ജിനെ അങ്ങോട്ടേക്ക് ഇത് മുഴുവൻ സെയിലാണ്. സെയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.